സംസ്ഥാനത്ത് ചൂട് അതിരൂക്ഷമാണ്. നമ്മൾ സൂചിപ്പിച്ചു സംസ്ഥാനത്തിന്റെ പൊതുവായ സാഹചര്യങ്ങൾ. ഇത്തവണ ഇന്നത്തെ ദിവസം കൊല്ലം, ഒപ്പം തന്നെ പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ളത്. സ്വാഭാവികമായും ഈ ജില്ലകളിൽ അതീവ ജാഗ്രത വേണം. 4 മുതൽ 5 ഡിഗ്രി വരെ സാധാരണയിൽ കവിഞ്ഞ് ചൂട് വർദ്ധിച്ചേക്കാം എന്നതാണ് സാഹചര്യം. നമുക്ക് കൂടുതൽ ജില്ലകളുടെ സാഹചര്യങ്ങൾ നോക്കാം. കൊച്ചിയിൽ നിന്നും നവമി ദിനേശ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നവമി, സംസ്ഥാനത്തിൻ്റെ പൊതു സാഹചര്യം നമുക്കറിയാം. കൊച്ചി പോലെ വ്യവസായ മേഖലയാണ്, കൂടുതൽ തൊഴിലിടങ്ങളിൽ ആളുകൾ പണിയെടുക്കുന്ന ഇടമാണ്. അവിടുത്തെ സാഹചര്യം എന്താണ്? ഈ മുഖ്യമന്ത്രിയും മറ്റും നൽകുന്ന നിർദ്ദേശം പാലിക്കാൻ കഴിയുന്ന സാഹചര്യം പൊതുനിരത്തുകളിൽ കാണാൻ കഴിയുന്നുണ്ടോ? നവമി ദിനേശ് കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. നവമി, കൊച്ചിയിലെ സാഹചര്യം എന്താണ്? വലിയ വ്യവസായ മേഖലയാണ്, നിരവധി ആളുകൾ തൊഴിലെടുക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ അവസ്ഥ എന്താണ്? ഈ മുഖ്യമന്ത്രിയുടെ മറ്റും നിർദ്ദേശം പാലിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ അവിടെ? സജിത്ത്, കൊച്ചിയിലും അതിശക്തമായ ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 32, 33 ഡിഗ്രി, അതായത് ഓരോ മണിക്കൂർ കഴിയുന്തോറും ചൂട് കൂടുന്ന സാഹചര്യമാണുള്ളത്. പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. നേരത്തെ സജിത്ത് പറഞ്ഞ പോലെ നമ്മൾ റിപ്പോർട്ടിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും വെയിലത്തൊക്കെ പോയേ മതിയാവും. പക്ഷേ സഹിക്കാൻ കഴിയാത്ത ചൂട് തന്നെയാണ്. നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വളരെ അസ്വസ്ഥത അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നിരത്തുകളിലെ സാഹചര്യം അത് തന്നെയാണ്. എല്ലാവരും കുട പിടിച്ച് വളരെ ക്ഷീണിതരായിട്ട് പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാരിവട്ടത്താണ്. ഇവിടെ നമ്മുടെ മെട്രോയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് നമ്മൾ അതിഥി തൊഴിലാളികളോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ഈ കൺസ്ട്രക്ഷൻ മേഖലയിലാണ് ഈ ചൂട് ജോലി ചെയ്യുന്നവർക്കാണ് ഈ ചൂട് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്, അവരെ നേരിട്ട് ബാധിക്കുന്നത്. ഇത് പൊള്ളലൊക്കെ അനുഭവപ്പെടുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ്. ഇന്ന് ഇവിടെ കുറച്ച് അതിഥി തൊഴിലാളികളുണ്ട്. ഇവരെല്ലാം ബീഹാർ സ്വദേശികളാണ്. ഇവരോടൊക്കെ നൽകിയിരിക്കുന്ന നിർദ്ദേശം 3 മണിക്ക് ശേഷം ജോലി തുടർന്നാൽ മതിയെന്നാണ്. അതുവരെ ഇവരോട് പുറത്തിറങ്ങണ്ട എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ അത്യാവശ്യം എന്തോ ഒരു ജോലി ചെയ്യാൻ വേണ്ടി മാത്രം വന്നവരാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എനിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് നമ്മുടെ ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിയുടെ സഹായത്തോടുകൂടിയാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. अभी तो गर्मी है, बहुत ज्यादा गर्मी है. गर्मी तो है ही. इधर तो मेरे ख्याल से 7-10 दिन तक गर्मी पड़ ही रहा है. अब देखें भगवान की क्या मर्जी है. बारिश होगा तब कुछ हो सकता है. क्या क्या पीता है अभी इस समय? नींबू पानी, बस नींबू पानी पीते हैं. और खाना में हम लोग चावल खाने वाले हैं. चावल कितने बजे तक का बंद हो गया? माने हम लोग सुबह 8 बजे से लेकर के 12 बजे तक काम करते हैं, और 12 बजे से लेकर 3 बजे तक हम लोग को ऑफ रहता है, और फिर 3 बजे से लेकर फिर रात को 8 बजे तक हम लोग काम करते हैं. क्या कर रहे हैं अभी हम लोग सरिया जो है ना, स्टील को जो है फेब्रिकेशन कर रहे हैं. मतलब स्टील को ऊपर उठा करके उसको कॉपलिंग करेंगे. उसके बाद जो है फिर उसमें उधर रिंग पड़ा हुआ है, वो सब रिंग सब डाल करके जैसे जैसे बनाया ना, ऐसे पूरा रेडी करेंगे, पियर रेडी करेंगे. उसके बाद फिर शटर लगेगा, कंक्रीट हो जाएगा, फिर पूरा कंप्लीट किया जाएगा. जैसे उधर लगा हुआ ना सीमेंट वाला, वैसे हो जाएगा. ഇവരുടെ കയ്യിൽ വെള്ളമൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇവർ കവറിൽ നാരങ്ങയും പഞ്ചസാരയൊക്കെ ആയിട്ട് ആണ് വന്നിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഒരു നാരങ്ങ പിഴിഞ്ഞ് വെള്ളം കുടിക്കുകയാണ്. വലിയ ഡീഹൈഡ്രേഷൻ ആണ്, വളരെ തളർച്ചയാണ് അനുഭവപ്പെടുന്നത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നമുക്ക് കൂടുതൽ ആളുകളോട് ചോദിക്കാം. എന്തായാലും എല്ലാവരും ഇവിടെ മുകളിൽ നിന്ന് പക്ഷെ പണിയെടുക്കുന്നുണ്ട്. കുറച്ച് മുന്നേ അവർ താഴെ ഇറങ്ങി നിന്നതാണ്. ഇപ്പൊ അത്യാവശ്യത്തിന് എന്തോ ഒരു ചെറിയ പണി കഴിഞ്ഞ ശേഷം ഇവർ ഇവിടെ നിന്ന് പോവും. 3 മണിക്ക് ശേഷം മാത്രമേ ഇനി ഇങ്ങോട്ടേക്ക് വരികയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് സജിത്ത്, ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവരാണ് വലിയ ദുരിതം അനുഭവിക്കുന്നത്. നേരിട്ട് സൂര്യാഘാതം ഏൽക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. എന്നാലും അവരും വലിയ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇപ്പോൾ പണിയെടുക്കുന്നത്. 11 മണി മുതൽ 3 മണി വരെ ഇവരോട് ജോലിക്ക് വരണ്ട, അങ്ങനെ തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമ്മള് വഴിയിലൊക്കെ പോകുമ്പോഴേ ആ ചേട്ടൻ ഫയലൊക്കെ വെച്ച് തല മൂടിയുണ്ടോ, വെയിൽ ഏൽക്കാത്ത രീതിയിലൊക്കെ പോവുകയാണ്. ഈ കാഴ്ച തന്നെയാണ് നമ്മുടെ നഗരത്തിൽ എല്ലായിടത്തും കാണുന്നത്. എന്തായാലും ചൂട് ഇനിയും കടുക്കുമെന്നാണ് പറയുന്നത്. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. വീട്ടിന്റെ അകത്തിരിക്കുമ്പോഴും ഈ പറയുന്ന ഫാൻ ഇട്ട് AC ഇട്ട് ഇരുന്നിട്ടൊന്നും പോലും സഹിക്കാൻ കഴിയാത്ത
അവസ്ഥയിലേക്ക് നമ്മുടെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങുന്നവരും വലിയ സുരക്ഷയോടുകൂടി തന്നെയാണ്. മറ്റൊന്ന് നമ്മൾ എടുത്തു പറയേണ്ടത് ഈ യൂബർ ജോലി ചെയ്യുന്ന കുട്ടികളുടെ അവസ്ഥയാണ്. അവര് ഈ ടൂ വീലറിലാണ്, അതായത് നമ്മൾ കാണുന്നുണ്ട് ദൃശ്യങ്ങളിൽ, ടൂ വീലറിലാണ് അവർ പോകുന്നത്. കയ്യിലൊക്കെ ഗ്ലൗസ് ഇട്ട്, മാസ്ക് ഇട്ട്, കൂളിംഗ് ഗ്ലാസ് വെച്ച്, ഹെൽമറ്റ് ഇട്ട്, ആകെ മൊത്തം മൂടിപ്പൊതച്ചാണ് അവരും പോകുന്നത്. കൃത്യസമയത്ത് ആഹാരം എത്തിക്കണമല്ലോ. പക്ഷേ അവരുടെ അവസ്ഥയും വളരെ ദയനീയമാണ്. ഇവർക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും ഒരു ഇടമില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അങ്ങനെ ഈ ചൂട് കാരണം ദുരിതം അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരും ഉണ്ട്. അവർക്കൊക്കെ ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ അല്പനേരം റെസ്റ്റ് എടുക്കുക എന്നതൊക്കെ പറഞ്ഞാൽ പോലും ജോലി ചെയ്യണ്ടേ എന്നാണ് അവരൊക്കെ ചോദിക്കുന്നത്. പൈസ വേണം, ഡെയിലി വേജസിന് ജോലി ചെയ്യുന്നവരാണ്, പൈസ വേണം. ചൂട് ഓർത്ത് പുറത്തിറങ്ങാതിരുന്നാൽ അവർക്ക് തന്നെയാണ് പിന്നീട് ദുരിതം ഉണ്ടാകുക, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുക എന്നൊരു കാര്യമാണ് അവരോട്ടൊക്കെ സംസാരിക്കുമ്പോൾ അറിയുന്നത്. എന്തായാലും ഇപ്പോൾ മെട്രോ പണി നടക്കുന്നിടത്ത് സാധാരണ ഇങ്ങനെയല്ല, നിരവധി തൊഴിലാളികൾ നിന്ന് പണിയെടുക്കേണ്ട സമയമാണ്. ഈ ചൂട് കാരണം അവരൊക്കെ ജോലി നിർത്തിവെച്ചു. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷം രാത്രി 12-1 മണിവരെയൊക്കെയാണ് പിന്നീട് ഇവർ പണിയെടുക്കുന്നത്. സജിത്ത്, യെസ്, എന്തായാലും സാഹചര്യം അതാണ്. കൊച്ചി അടക്കമുള്ള ഈ വ്യവസായ മേഖലകളിലെ സാഹചര്യം അതാണ്. കാരണം എത്രയൊക്കെ നിർദ്ദേശമുണ്ടെങ്കിലും ഈ കാലാവസ്ഥയിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത, അല്ലെങ്കിൽ നിർബന്ധമായും പുറത്തിറങ്ങേണ്ടി വരുന്ന കുറേ മനുഷ്യരുണ്ട്. അവരുടെ ഒരു കഷ്ടം, അവരുടെ ഒരു ദുരിതമാണ് നമ്മൾ നേരിട്ട് കാണുകയും ചെയ്യുക. എന്തായാലും എല്ലാവരും ജാഗ്രത പാലിക്കുക, അതാണ് സാഹചര്യം. ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ള ജില്ലകളിലൊന്നാണ് തൃശ്ശൂർ. നമുക്കറിയാം, തൃശ്ശൂർ അടുത്തിടയിൽ വാർത്തകൾ നിറയുന്നത് ഏറെ ദുരന്തങ്ങൾ പേറിയ ജില്ലയാണ്. പൂരം നടക്കാൻ പോകുന്നു, പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. സ്വാഭാവികമാണ് ഈ ചൂട് എങ്ങനെ അവരെ വരയ്ക്കും, തന്നെ പൂരത്തിൻ്റെ ഒരുക്കങ്ങളും എങ്ങനെ ബാധിക്കുമെന്നത് കൂടി നമുക്ക് നോക്കാം. CV അനുമോദ്, തൃശ്ശൂരിൻ്റെ പൊതു സാഹചര്യത്തിൽ ചൂട് അതിരൂക്ഷമാണ്. എത്ര കണ്ട് ജനജീവിതത്തെ അവിടെ ബാധിക്കുന്നുണ്ട്? എന്താണ് അവിടുത്തെ തയ്യാറെടുപ്പുകൾ? ഇതിനിടയിൽ പൂരമുണ്ട്, പൂരത്തിൻ്റെ ഒരുക്കങ്ങളുണ്ട്. എന്താണ് സാഹചര്യം? സജിത്ത്, തൃശ്ശൂരിലെ താപനില 35 ഡിഗ്രിക്ക് അടുത്ത് എത്തുന്നുണ്ട്. വലിയ ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഈ താപനിലയുടെ വർധനവ് അക്ഷരാർത്ഥത്തിൽ ഈ പൂരത്തിൻ്റെ പ്രവർത്തനങ്ങളെ, പൂരത്തിൻ്റെ ഒരുക്കങ്ങളെയൊക്കെ എങ്ങനെ ബാധിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. നമ്മൾ ആദ്യമായിട്ട് ചെന്നത് ഈ പ്രധാനമായിട്ടും പൂരത്തിലെ ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കേണ്ടത് ആനകൾക്കാണ്. ഈ ആനകൾക്ക് ചൂട് മറികടക്കാനുള്ള മുൻകരുതൽ എന്തൊക്കെ എടുക്കുന്നു എന്നുള്ള നടപടികളാണ് ആദ്യം പരിശോധിക്കുന്നത്. സ്വാഭാവികമായിട്ടും അല്പസമയം മുമ്പ് നമ്മൾ ഇവിടുത്തെ കൊക്കർണിപ്പറമ്പിലുള്ള ആനകളുടെ പരിശോധനാ കേന്ദ്രത്തിൽ പോയിരുന്നു. അവിടെ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആനകൾക്ക് വെള്ളം, അതേപോലെ തണ്ണിമത്തൻ മുതലായ പഴവർഗ്ഗങ്ങളും മറ്റും ഇടയ്ക്കിടെ നൽകേണ്ടതുണ്ട്. അവർ നിൽക്കുന്ന നിലം, ടാറിട്ട റോഡാണെങ്കിൽ കൃത്യമായിട്ട് ചാക്കിൽ വെള്ളമൊഴിച്ച് നനച്ച് അവരുടെ കാലുകൾ പൊള്ളാതിരിക്കാനുള്ള നടപടികൾ വേണം. അത്തരത്തിൽ മാത്രമല്ല, അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ വേണമെന്നുള്ളതാണ്. ഇവിടെ ഈ ചൂടിൽ ഏറ്റവും വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നത് വെടിക്കെട്ടിനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നമ്മളിപ്പോൾ ആ ദുരന്തത്തിൻ്റെ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരെ ഇപ്പോഴും തിരിച്ചറിയാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഇത്തവണ വെടിക്കെട്ടുണ്ടാകില്ല എന്നതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ, അതായത് ഇനി ആ മേഖലയിൽ നിന്നുള്ള മുൻകരുതൽ നടപടികൾ അധികം വേണ്ടിവരില്ല. കാരണം ഇത്തവണ കരിമരുന്ന് സാധാരണ കതിര മാത്രമേ പൊട്ടിക്കുന്നുള്ളൂ. അപ്പോൾ ചൂട് ഈ വെടിക്കെട്ടിനെ എങ്ങനെ ബാധിക്കുന്നത് ഈ പൂരത്തിന് ഒരു പക്ഷേ അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതല്ല. പക്ഷേ ഇവിടെ നേരിട്ട് ബാധിക്കാൻ പോകുന്നത് ഇവിടെ എത്തുന്ന ആളുകളെ തന്നെയാണ്. നമുക്കറിയാം, പൂരത്തിൻ്റെ ചടങ്ങുകളൊക്കെ പകലും രാത്രിയുമായിട്ടാണ്. രാവിലെ 7 മണി മുതൽ തുടങ്ങുന്ന ഈ എഴുന്നള്ളത്ത് ഉച്ചയ്ക്ക് 2 മണി വരെ 1 മണി വരെ നീളും. അതിനുശേഷം ഇലഞ്ഞിത്തര മേളമാണ്. ഈ സമയമൊക്കെ തന്നെ നല്ല താപനിലയാണെങ്കിൽ, ചൂടാണെങ്കിൽ അത് ആളുകളെ വല്ലാതെ ഉഴയ്ക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ആ എഴുന്നള്ളത്തിൻ്റെ സമയത്തൊക്കെ ആൾക്കൂട്ടവും ഒക്കെ ആകുമ്പോൾ വല്ലാത്തൊരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. ഇത്തവണ ഉഷ്ണതരംഗത്തിന് ഒരു മുന്നറിയിപ്പ് കൂടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.